നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കുന്നത് രാമരാജ്യ സങ്കല്പങ്ങളാണ് എന്നാണ് RSSന്റെ സ്ഥാപക ദിനത്തിൽ തലവൻ മോഹൻ ഭാഗവത് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ എന്താണ് രാമരാജ്യം എന്നറിയാൻ മിനിമം രാമായണമെങ്കിലും വായിക്കണമല്ലോ. ഗോമാംസത്തിന്റെ പേരിൽ ഭക്ഷണ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുക, ദളിതരെ പട്ടികളായി കണക്കാക്കുക തുടങ്ങി ഇതര വിശ്വാസങ്ങളെ ഇല്ലാതാക്കലാണോ രാമരാജ്യം? യുക്തിവാദികളായ ചാർവാകന്മാരുടെ ക്ഷേമം പോലും ഉറപ്പാക്കുന്ന രാജാവായിരുന്നു അത്രേ രാമായണത്തിലെ രാമൻ. ആ രാമന്റെ രാജ്യം എന്ന് പറഞ്ഞ് മോഹൻ ഭാഗവതും കൂട്ടരും നടപ്പാക്കുന്നതോ? തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് സ്വാഭാവികമായും പി രാജീവും ചോദിക്കുന്നത് ഈ ചോദ്യം തന്നെ. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത ഇന്ത്യയിൽ മതനിരപേക്ഷത നിലനിൽക്കണമോ എന്ന ചോദ്യം ഇപ്പോൾ ഗൗരവമായി വരികയാണ്. ഇന്ത്യൻ സംസ്കൃതിയുടെ പ്രത്യേകത നാനത്വത്തിൽ ഏകത്വം എന്നുള്ളതാണ്. ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും ജീവിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ രാജ്യം എന്നുള്ളത്. ഇപ്പോ രാമൻ വനവാസത്തിന് പോകുമ്പോ വാൽമീകി രാമായണത്തിൽ ഭരതൻ രാമനെ കാണാൻ ചെല്ലുമ്പോ രാമൻ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യങ്ങളിലൊന്ന്, അല്ലയോ അനുജ ഭരത, നീ ചാർവാകന്മാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുമില്ലേ? ചാർവാകന്മാരെന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് കരുതുന്നവരാണ്, ഭൗതികവാദികളാണ്. ഇപ്പൊ രാമൻ രാമായണത്തിൽ ഭരതനോട് ആദ്യം ചോദിക്കുന്നത് നിരീശ്വരവാദികളായ ഭൗതികവാദികളായ ചാർവാകന്മാരുടെ ക്ഷേമ ഐശ്വര്യങ്ങൾ അല്ലയോ അനുജ നീ പ്രത്യേകം ശ്രദ്ധിക്കുന്നില്ലേ? ഇതാണ് ഇന്ത്യയുടെ സംസ്കൃതിയുടെ പ്രത്യേകതയുള്ളത്. ഇതര വിശ്വാസങ്ങളെ എല്ലാം അടിച്ചമർത്തിക്കൊണ്ടൊരു രാമരാജ്യമോ? ഉറപ്പായും ആദികാവ്യമായ രാമായണത്തിലെ ശ്രീരാമ സങ്കല്പത്തിലെ രാമരാജ്യം എന്തായാലും അതല്ല. ഇതിപ്പോൾ എന്തിനേയും ന്യായീകരിക്കാനുള്ള ചുമടുതാങ്ങിയായി മാറിയിരിക്കുന്നു. രാമരാജ്യ സങ്കല്പം എന്ന് അങ്ങ് തട്ടിവിട്ടാൽ എന്തും ആകാമല്ലോ എന്നാകും. ഇന്നത്തെ ഡെമോക്രസി പൂർത്തിയാകുന്നു. നാളെ വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.